CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിലെ SFIO കുറ്റപത്രം ഗൗരവമായി കാണുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മകളുടെ കമ്പനിക്ക് ലഭിച്ചത് കള്ളപ്പണമല്ലെന്നും കൃത്യമായി നികുതി അടച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേസ് കോടതിയിൽ നേരിടുമെന്നും മാധ്യമങ്ങൾക്ക് വേണ്ടത് തന്റെ രക്തമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മകൾക്കെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞുമാറി. ബിനീഷ് കോടിയേരിക്കില്ലാത്ത നീതി എങ്ങനെ താങ്കളുടെ മകൾക്ക് കിട്ടിയെന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു. അതിൽ ബിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുതന്നെയാണ് പ്രശ്നം. തുടർച്ചയായുള്ള ചോദ്യം മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചു. സാമാന്യ ബുദ്ധി ഇല്ലേ എന്നായി പിന്നീട് മുഖ്യമന്ത്രി. നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തെ മുഖ്യമന്ത്രി തള്ളി. പക്ഷേ വിമർശിക്കാൻ കൂട്ടാക്കിയില്ല. ആ ഒരു ഘട്ടത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്ക രീതിയിലുള്ള പരാമർശങ്ങൾ ഇല്ലാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി ഇപ്പോൾ വിശദീകരണം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും. വഖഫ് ബില്ലും മുനമ്പം വിഷയവും BJPയുടെ അജണ്ടയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാർ പരമാവധി ചെയ്തെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരിച്ചുള്ള മറുപടി. ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത്. പക്ഷേ ആ സർക്കാരിന് എതിരെയാണോ, ഇൻസെൻറ്റീവ് ഉയർത്താത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണോ സമരം ചെയ്യേണ്ടത്? ലഹരിക്കെതിരായ ക്യാമ്പയിനും കടുത്ത ചൂടും മന്ത്രിസഭാ തീരുമാനങ്ങളും വിശദീകരിച്ച ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് SFIO അന്വേഷണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളെത്തിയത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.